ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാലിനി. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അതായത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെൻട്രി റിപ്പോർട്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻവെൻട്രി റിപ്പോർട്ട്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യുവാണ്. അത് പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സ്റ്റോക്ക് ഡീൽ ചെയ്യുന്നതൊക്കെ ഏകദേശം നമുക്കറിയാം. ഇപ്പോൾ മാസ്റ്റേഴ്സിനകത്ത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ക്രിയേറ്റ്, ഓൾട്ടർ, ഇങ്ങനെ ചില ഏരിയ ഉണ്ട്. അപ്പോൾ ഈ മാസ്റ്റേഴ്സിനകത്ത് തന്നെയാണ് നമ്മൾ ഇൻവെൻട്രി സ്റ്റോക്ക് ഗ്രൂപ്പും ഐറ്റും കാറ്റഗറിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെൻട്രി മാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാസ്റ്റേഴ്സും ട്രാൻസാക്ഷൻസും ഒക്കെ പാസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ആവും. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്നത്. സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ്, അതായത് ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ട് എന്ത് ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യുന്നു അത് ആ മൊമെൻറ്റിൽ തന്നെ സ്റ്റോക്ക് സമ്മറിയെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ സ്റ്റോക്ക് ജേർണലും ഫിസിക്കൽ സ്റ്റോക്കിൻ്റെയൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ടാലി ERP 9 അത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ടാലി പ്രൈം വന്നത്. അപ്പോൾ സ്റ്റോക്ക് ജേർണലും ഫിസിക്കൽ സ്റ്റോക്കും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണുക. പക്ഷെ അത് കണ്ടിട്ട് പലരും എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് വാല്യൂ, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിച്ചു. ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഏത് കൺസേണിലാണോ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ മുൻകാലങ്ങളിലുള്ള അക്കൗണ്ട്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം എടുക്കുക. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട്, ഇപ്പം 3-4 വർഷം കൊണ്ടുള്ള ഒരു കൺസേൺ ആണെങ്കിൽ ആ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അത് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് അവരുടെ GP മാർജിൻ റേറ്റ് എത്ര പെർസെൻറ്റേജിലാണ് പോകുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ ഒരു 30% മാർജിൻ ഫിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കൺസേൺ ആണെങ്കിൽ എല്ലാ വർഷവും അവർ ആ മാർജിൻ കവർ ചെയ്യാനാണ് നോക്കുന്നത്. മാർജിൻ കുറഞ്ഞു പോകാതെ അവർ നോക്കും. അതുപോലെ മാർജിൻ കൂടിയാലും പ്രോബ്ലമാണ്, കുറഞ്ഞാലും പ്രോബ്ലമാണ്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ചെറിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവാം, പക്ഷേ ആ ഡിഫറൻസ് അധികം ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം മുന്നോട്ട് നമ്മൾ മാർജിൻ കവർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഫിസിക്കൽ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ജേർണൽ എൻട്രി ഇടുമ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന ഏരിയയിലോട്ട് കടക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ജെന്യൂനിറ്റി പരിശോധിക്കുക. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം, ഡേറ്റ റിലയബിലിറ്റി ഉണ്ടാവണം, ഡേറ്റ ആക്യുറസി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു ജെന്യൂനിറ്റി അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം സ്റ്റോക്ക് ക്ലിയറൻസ് നടത്താൻ. പിന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന ഇൻവേർഡ് ആയിരിക്കുമല്ലോ പുറത്തോട്ട് പോകുന്നത്. അപ്പം വരുന്ന ഇൻവേർഡ് എത്രത്തോളം അതിൻ്റെ ഒരു ക്ലാരിറ്റി ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എത്രമാത്രം ഇൻവേർഡ് വന്നിട്ടുണ്ടോ, ആ ഇൻവേർഡ് വന്നതിനേക്കാളും കൂടുതൽ ഔട്ട്വേർഡ് പോയിട്ടുണ്ടോ, അങ്ങനെ വരുമ്പോഴാണ് നെഗറ്റീവ് സ്റ്റോക്കൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആക്ച്വൽ സ്റ്റോക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ പരമാവധി നമ്മുടെ GPയെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ധാരണയാണ്. അതായത് ഇപ്പോൾ പ്രോഡക്റ്റ്സ് നമ്മളായിരിക്കത്തില്ല എടുത്തു കൊടുക്കുന്ന, ഒരു കസ്റ്റമർ വരുമ്പോൾ വേറൊരാളായിരിക്കും അത് എടുത്തു കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ നെയിം വരുന്ന ഇൻവേർഡുമായിട്ടുള്ള നെയിമുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ശ്രദ്ധിക്കാത്തത് മൂലമാണ് അവിടെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നത്. അതിനകത്ത് സ്റ്റോക്കിനകത്ത് കുറേ പ്രശ്നങ്ങളുമൊക്കെ കയറി വരുന്നത് അത് കാരണമാണ്. അപ്പോൾ പരമാവധി നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ വരുവാണെങ്കിൽ. അത്തരത്തിൽ എല്ലാ പ്രോഡക്ട്സിലും മേലൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും.
അതൊന്ന് അത് ക്ലറിക്കൽ മിസ്റ്റേക്ക്. പിന്നെ ഇനി മനഃപൂർവ്വം അവിടെ ഫ്രോഡ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. അപ്പം മനഃപൂർവ്വം ഫ്രോഡ് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മനഃപൂർവ്വമായിട്ട് തന്നെ GP കുറയാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ തന്നെ അവിടെ മാൽ പ്രാക്ടീസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിയെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അക്കൗണ്ടൻറ്റ് മനസ്സിലാക്കി ചെയ്യേണ്ട ഏരിയയാണ്. പക്ഷേ എന്തായാലും വീക്ക് എൻഡിൽ മന്ത് എൻഡിൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോകണം, GPയെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോവുക. ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തരാനുള്ള ആൻസർ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞതായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെൻ്ററി റിപ്പോർട്ട്സാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിനകത്ത് വരുന്ന ബാലൻസ് ഷീറ്റും P&Lഉം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ആ ഏരിയ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇൻവെൻട്രി എന്ന് പറയുന്ന ഏരിയ. ഇൻവെൻട്രി കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആയിട്ടുള്ള ഒരു കൺസേൺ ആണെങ്കിൽ സ്റ്റോക്ക് സമ്മറി നോക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഫൈനൽ റിസൾട്ട് വന്നു കിടക്കുന്ന ഏരിയയാണ് സ്റ്റോക്ക് സമ്മറി. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുമ്പോൾ ആദ്യം ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ ഒക്കെ കാണും. ക്ലോസിംഗ് ബാലൻസ് എന്നാണ് മുകളിൽ കാണുന്നത്. ഇപ്പോൾ നിലവിൽ ആ പ്രോഡക്റ്റിൻ്റെ എണ്ണം എത്ര, സ്റ്റോക്ക് ഇൻ ഹാൻഡ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ ആയിട്ട് നമ്മുടെ ഫിസിക്കലി എത്രയുണ്ട്, നമ്മുടെ ഗോഡൗണിൽ എത്രയുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ഒരു റിപ്പോർട്ടും അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം നിങ്ങളത് മന്ത്ലി നോക്കണമെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന കുറേ ടൂൾസ് സൈഡിലുണ്ട്. അതിൽ നമുക്ക് Alt N എന്ന് പറയുന്ന ഓട്ടോ കോളം എന്നെടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓട്ടോ കോളം എന്ന് പറയുമ്പം ഡെയിലി നമുക്ക് സ്റ്റോക്കിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും, ഫോർട്ട്നൈറ്റ്ലി മനസ്സിലാക്കാം, ഹാഫ് ഇയർലി, മന്ത്ലി, ക്വാർട്ടർലി, വീക്ക്ലി, ഇയർലി, ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോക്കിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതൊന്ന്. ഇനി അങ്ങനെ ഓരോ കോളത്തിനും ഓരോ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി സപ്പോസ് നമ്മുടെ ഈ സ്ഥാപനത്തിന് തന്നെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ ടാലി ഓൾറെഡി ഉള്ള, ഇപ്പോൾ ഇവിടെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനി കിടക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ നമുക്ക് സെലക്ട് ചെയ്യാം. Alt K പോയി കമ്പനി എടുത്ത് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ റിപ്പോർട്ട് എടുത്തിട്ട് Alt C എന്ന് പറയുന്നൊരു കോളം യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു യൂസ്, Alt Cയുടെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലതും കൂടെ ഒന്ന് വ്യൂ ചെയ്യണം, അതും കൂടെ ഒന്ന് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt C കോളം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ രണ്ട് സൈഡ് ഇവിടെ ഒരു ലിസ്റ്റ് വരും. നമ്മൾ സെലക്ട് ചെയ്ത കമ്പനിയും കൂടെ അഡീഷണലി കയറി വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്തിട്ട് പീരീഡ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. അതിനൊക്കെ നമുക്ക് ഈ Alt C എന്ന് പറയുന്ന ന്യൂ കോളം ബട്ടൺ ഉപയോഗിക്കാം. ഇപ്പോൾ F7 ഷോ പ്രോഫിറ്റ്, F7 പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രോഡക്റ്റിൻ്റെ ഇൻവേർഡും ഔട്ട്വേർഡും വെച്ചിട്ട് അതിൻ്റെ GPയും അതിൻ്റെ പെർസെൻറ്റേജും ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു പീരീഡിലെ GP റേറ്റ് എത്രയാണ്, എത്രമാത്രം പ്രോഫിറ്റ് വന്നു, ലോസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മന്ത്ലി ആയിട്ട് നമുക്ക് റിപ്പോർട്ട് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ Ctrl B കൊടുത്ത ബേസിസ് വാല്യൂസ്, മന്ത്ലി F7 ആണ് ബട്ടണാണ്, F6 ആണ് മന്ത്ലി, F7 അല്ല, F6 മന്ത്ലി ആണ്, F7 പ്രോഫിറ്റ് അസസ് ചെയ്യുന്നതാണ്, F8 വാല്യുവേഷൻ ആണ്. F8 വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വാല്യുവേഷൻ മെത്തേഡ്സിൽ നമുക്ക് ഈ റിപ്പോർട്ടിനെ അസസ് ചെയ്യാം എന്നുള്ളതാണ്. സീറോ കോസ്റ്റിലാണോ, സീറോ പ്രൈസിലാണോ, ആവറേജ് കോസ്റ്റിലാണോ, ആവറേജ് പ്രൈസിലാണോ, ഫിഫോയിലാണോ, ലിഫോയിലാണോ, പെർപ്പച്വൽ മെത്തേഡാണോ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണോ, ഏത് മെത്തേഡിലാണ് നമുക്ക് ഇതിൻ്റെ വാല്യുവേഷൻ നടത്താൻ പറ്റുന്നത്, അതൊക്കെയാണ്. പിന്നെ നമുക്ക് കോളം ആവശ്യമില്ലെങ്കിൽ Alt D ഡിലീറ്റ് കോളം കൊടുക്കാം. ഇങ്ങനെ ഓരോന്നിനും ഓരോ യൂസസ് ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മൊത്തത്തിൽ ഈ ഒരു സ്ക്രീനിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാം. അതിനാണ് F12 കോൺഫിഗറേഷൻ കൊടുക്കുമ്പോൾ ആ കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്ക് ഈ സ്ക്രീനിനെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം ഇതിനെ കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് ഓരോ റിപ്പോർട്ട്സിലും ഉണ്ട്. അതൊന്ന് പോയി മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അക്കൗണ്ടിങ്ങും ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് ഏരിയ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. ഇൻവെൻട്രി ഏരിയയിലോട്ട് വരുവാണെങ്കിൽ വരുന്ന ഇൻവെൻട്രി ബുക്സ് എന്ന് എടുക്കാം. ഇൻവെൻട്രി ബുക്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുമുണ്ട്
സ്റ്റോക്ക് ഐറ്റം, ആദ്യം കിടക്കുന്ന സ്റ്റോക്ക് ഐറ്റം എടുക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ്, അതിൻ്റെ ഇൻവേർഡ് ഔട്ട്വേർഡ് ക്ലോസിങ്, അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഓരോ മാസവും ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നുള്ളത് സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിന് മനസ്സിലാക്കാം. കൺട്രോൾ ചെയ്ത് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. കോൺഫിഗർ ചെയ്യാം, F12 കോൺഫിഗർ എടുത്ത് കോൺഫിഗർ ചെയ്യാം. ഇങ്ങനെ ഐറ്റം വൈസ് നമുക്കതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തെന്ന് വെച്ചാൽ ഗോഡൗൺ ആണ്. ഇപ്പോൾ ഗോഡൗൺ വൈസ് നമുക്ക് റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ റിപ്പോർട്ട്സ്, പ്രോഡക്റ്റ് ഏതൊക്കെയുണ്ട്, ഏതൊക്കെ ഗോഡൗണിൽ ഈ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഇരിപ്പുണ്ട് എന്നറിയാനാണെങ്കിൽ ഗോഡൗണിൽ പോയി നോക്കുക. ഇപ്പോൾ മെയിൻ ലൊക്കേഷൻ ടാലി പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് മെയിൻ ലൊക്കേഷൻ. അല്ലാതെ നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ടാലി പ്രൈമിനകത്ത് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്ന ഏരിയ എടുത്ത് പ്രസ് ചെയ്യുവാണെങ്കിൽ ആ കംപ്ലീറ്റ് അതിനകത്ത് തന്നെ വന്ന് ഇരിക്കുന്ന പ്രോഡക്ട്സുകളെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട്സ് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. പിന്നെ ടാലി പ്രൈമിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്സ് അറിയാമല്ലോ, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ റിപ്പോർട്ട്സിലോട്ടും പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിനാണ് മുകളിലായിട്ട് കൺട്രോൾ G എന്ന് പറയുന്ന ഗോ ടു ബട്ടൺ യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ റിപ്പോർട്ട്സിനകത്തോട്ടും പോകാനായിട്ട് സാധിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻവെൻറ്ററി ബുക്സിനകത്തെന്ന് പറഞ്ഞാൽ ഗോഡൗൺ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറി ഇതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് വൈസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഗ്രൂപ്പ് വൈസ് നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതും ഇതേപോലെ തന്നെ മന്ത് വൈസ് പ്രോഫിറ്റ് ഷോ പ്രോഫിറ്റ്, വാല്യുവേഷൻ, ഏത് വാല്യുവേഷൻ, നമ്മുടെ ഓരോ കമ്പനിക്കും ഓരോ വാല്യുവേഷൻ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നതാണ്. അങ്ങനെ ഗ്രൂപ്പ് വൈസ്, അതുപോലെ തന്നെ കാറ്റഗറി സമ്മറി, ഏതൊക്കെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തു, നമ്മൾ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരുന്നതാണ് ഈ ഏരിയ സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സ് ആൻഡ് മാനുഫാക്ചറിങ് ജേർണൽ എന്ന് പറയുന്നത്. ഫിസിക്കൽ സ്റ്റോക്ക് രജിസ്റ്റർ, നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ വരുന്ന ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ റിപ്പോർട്ട് പോയി കാണുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻവെൻട്രി ബുക്സിനകത്തൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എടുത്താലോ, സ്റ്റോക്ക് ഓർഡറുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരൊറ്റ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ പ്രോഡക്റ്റിൻ്റെ നെയിം, അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു, അതിൻ്റെ ക്ലോസിങ്. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് ചെയ്തത്, ഗ്രൂപ്പ് വൈസ്, കാറ്റഗറി വൈസ് അങ്ങനെ. പക്ഷെ ക്വറി എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ നെയിം, അതിൻ്റെ ഗ്രൂപ്പ്, അതിൻ്റെ ക്ലോസിങ് ക്വാണ്ടിറ്റി എത്രയാണ്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്താണ്, അതിൻ്റെ മെത്തേഡ്, കോസ്റ്റിംഗ് മെത്തേഡ് ഏത് രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയായിരുന്നു, ഇൻവെൻട്രി ഫിക്സ് ചെയ്ത ടൈമിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയായിരുന്നു, അതിന് പാർട്ട് നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ കാറ്റഗറി എന്താണ്, ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ, ക്ലോസിങ് എത്ര വാല്യൂ ഇരിപ്പുണ്ട്, അതായത് സ്റ്റോക്ക് സമ്മറി കാണുന്ന വാല്യൂ ആണിത്, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, മാർക്കറ്റ് വാല്യൂഷൻ മെത്തേഡ്, പിന്നെ അത് ലാസ്റ്റ് പർച്ചേസ് ചെയ്ത ഡേറ്റ്, അത് ആരിൽ നിന്ന് പർച്ചേസ് ചെയ്തു, എത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്തു, എത്ര റേറ്റിൽ പർച്ചേസ് ചെയ്തു, എല്ലാ വിവരവും ഇതിനകത്ത് കാണാൻ പറ്റും. സെയിൽസ് ആണെങ്കിൽ അത് ആർക്ക് വിറ്റു, ലാസ്റ്റ് നമ്മൾ ആർക്കാണ് വിറ്റത്, എത്ര ക്വാണ്ടിറ്റിയിൽ വിറ്റു, എത്ര റേറ്റിൽ വിറ്റു, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഏരിയയും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഗോഡൗൺ ബാച്ച് ഡീറ്റെയിൽസ്, ഏത് ഗോഡൗണിലാണ് ആ പ്രോഡക്റ്റ് ഇരിക്കുന്നത്, അതിലേത് ബാച്ചിലാണ് അതിരിക്കുന്നത്, ഐറ്റം ഓഫ് സെയിം കാറ്റഗറി, ആ സെയിം കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ്, അതിൻ്റെ കാറ്റഗറി വൈസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അത് പോരാത്തതിന് നമ്മുടെ ഇപ്പോഴത്തെ ടാലിയുടെ പുതിയ റിലീസ് വന്നതിന് ശേഷം താഴെ ടൂൾ ബോക്സ് അഡീഷണലി വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് സ്റ്റോക്ക് ക്വറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് അനാലിസിസിനകത്ത് വരുന്നത് ഇതേപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തന്നെ വീണ്ടും നമുക്കിതിൻ്റെ ഇൻവേർഡും ഔട്ട്വേർഡും റിപ്പോർട്ട്സ് എല്ലാം എടുക്കുന്ന ഏരിയയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് കാറ്റഗറി അനാലിസിസും അത് തന്നെ, കാറ്റഗറി വൈസ് നമുക്കത് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വരുന്നത്. സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഇൻവേർഡ്, മൂവ്മെൻറ്റ് ഔട്ട്വേർഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഈ റിപ്പോർട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഏതിനും ഒരു
ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് പെട്ടെന്നൊന്ന് സ്പ്രെഡ്ഷീറ്റിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ Alt E എന്ന് പറയുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്കിതിനെ സെൻഡ് ചെയ്ത് എക്സൽ എന്ന് പറയുന്ന ഏരിയയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് ഗ്രൂപ്പ് അനാലിസിസ് അക്കൗണ്ട് വൈസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ കമ്പനിയിൽ എത്ര ഡെറ്റേഴ്സ് ഉണ്ടോ ആ ഡെറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. ഇനി ക്രെഡിറ്റേഴ്സ് എടുക്കുകയാണെങ്കിലോ നമ്മൾ ആരുടെ നിന്നെല്ലാം പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടോ, ഇൻവേർഡ് വന്നിട്ടുണ്ടോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കാണാൻ സാധിക്കും. ലെജർ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആർക്കാണ് നമ്മൾ സെയിൽ ചെയ്ത അല്ലെങ്കിൽ ആരിൽ നിന്ന് പർച്ചേസ് ചെയ്തു അവരുടെ ഇത് ഇൻഡിവിജ്വലായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ട്രാൻസ്ഫർ അനാലിസിസ് എടുക്കുകയാണെങ്കിലോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. സ്റ്റോക്ക് ജേണൽ സാധാരണയായിട്ട് നമ്മൾ ഗുഡ്സ് മൂവ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ് സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക് ജേണലൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പോൾ സ്റ്റോക്ക് ജേണൽ ഇട്ട് നമുക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സോഴ്സ്, ഇവിടെ കൺസംഷനും പ്രൊഡക്ഷനും ഉണ്ട്. ഇവിടെ നിന്നെടുത്ത് കൺസംഷനിൽ നിന്നെടുത്ത് പ്രൊഡക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്നെടുത്ത് മറ്റൊരു ബ്രാഞ്ചിലോട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ജേണലിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അഡീഷണൽ അതിന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് സ്റ്റോക്ക് ജേണലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഏരിയയും നമുക്ക് ഇതിനകത്തൂടെ ഈ റിപ്പോർട്ട്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്ക് ക്യൂറി മൂവ്മെൻറ്റ് അനാലിസിസ് പഠിച്ചു. ഇനി ഏജിങ് അനാലിസിസും ഇതുപോലെ തന്നെ ഗ്രൂപ്പ് വൈസ് നമുക്ക് ഇതിൻ്റെ ഏജിങ് നോക്കാം. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നു, ഈ ഗ്രൂപ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എത്രമാത്രം പ്രോഡക്റ്റ്സ് ഉണ്ടോ അത് വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞു, 45 days, 45 to 90 days, 90 to 180 days. അപ്പോൾ ഇങ്ങോട്ടൊന്നും അത് പോയിട്ടില്ല, കാരണം അതിനുള്ളിൽ തന്നെ അത് ഔട്ട്വേർഡായി പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഒരു പീരീഡിലാണ്, ഇനി പീരീഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും വരാത്തത് കൊണ്ട് ഇതിൻ്റെ 45 days ഇതിൻ്റെ ഒരു ഏജ് അത്ര ദിവസമേ ആയിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഏജിങ് അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നു. കോസ്റ്റ് എസ്റ്റിമേഷൻ നമ്മൾ ഗ്രൂപ്പ് വൈസാണ് കാണുന്നത്. അപ്പോൾ ഏജിങ് അനാലിസിസ് ഗ്രൂപ്പ് വൈസാണ്. കോസ്റ്റ് എസ്റ്റിമേഷൻ ഇപ്പോൾ ഗ്രൂപ്പ് എടുത്തിട്ട് കോസ്റ്റ് എസ്റ്റിമേഷൻ ആയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കോസ്റ്റ് എസ്റ്റിമേഷൻ സാധാരണ രീതിയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ കോസ്റ്റ് എസ്റ്റിമേഷനകത്ത് കാണാൻ പറ്റും. ആ പ്രോഡക്റ്റിന് നമ്മൾ ഫിക്സ് ചെയ്ത കോസ്റ്റ് എത്രയാണോ അതെല്ലാം അതിനകത്ത് ഈ കോസ്റ്റ് എസ്റ്റിമേഷനകത്തായിരിക്കും കാണുന്നത്. ഇപ്പോൾ ടാലി പ്രൈമിനകത്ത് ഇൻവെൻട്രി റിപ്പോർട്ട്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച റിപ്പോർട്ട്സുകൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് സമ്മറി, പിന്നെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് ഇൻവെൻട്രി ബുക്ക്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി. ഈ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ അക്കൗണ്ടിങ്, ഇൻവെൻട്രി, സ്റ്റാറ്റ്യൂട്ടറി, എക്സെപ്ഷൻ ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി വരുന്നത് ഇൻവെൻട്രി ഏരിയ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.